നീർമാതളം എന്ന പരമ്പരയിലൂടെയാണ് കുടുംബ പ്രേക്ഷകർക്ക് പരിചിതയെങ്കിലും കസ്തൂരിമാനിലെ കാവ്യ എന്ന കഥാപാത്രമാണ് റെബേക്കയെ ഏറെ ജനപ്രിയയാക്കിയത്. 2011 മുതൽ ബാലതാരമായി അഭിനയരംഗത്ത് വന്ന റെബേക്ക അവതാരകയായും തിളങ്ങിയിട്ടുണ്ട്. കസ്തൂരിമാനിന് ശേഷം സൂര്യ ടിവിയിലെ കളിവീട് എന്ന പരമ്പരയിലാണ് റെബേക്ക ഇപ്പോൾ അഭിനയിക്കുന്നത്. കളിവീടും മികച്ച പ്രേക്ഷക സ്വീകാര്യതയുള്ള ഒരു പരമ്പരയാണ്. കഴിഞ്ഞ വർഷമാണ് സംവിധായകൻ ശ്രീജിത്ത് വിജയനുമായി താരത്തിന്റെ വിവാഹം നടന്നത്. ഏറെ നാളത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു ഇരുവരും വിവാഹിതരായത്. അധികം ആരോടും പറയാത്ത തങ്ങളുടെ പ്രണയകഥ വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ. ശ്രീജിത്തേട്ടനെ ശ്രദ്ധിച്ചു തുടങ്ങിയത് അദ്ദേഹം വർക്കിൽ കാണിക്കുന്ന ആത്മാർത്ഥത കണ്ടിട്ടാണ്. വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ അതിൽ തന്നെ മുഴുകിയാണ് ഇരിക്കുക, മറ്റുള്ളതൊന്നും ശ്രദ്ധിക്കില്ല. പുള്ളി ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. ഞാൻ പുള്ളിയെ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തതാണ്. ആ ഒരു ക്വാളിറ്റിയൊക്കെ കണ്ടിട്ടാണ് പ്രപ്പോസ് ചെയ്തത്. ഞാൻ മുമ്പ് സൂര്യ ടിവിയിൽ ഒരു സീരിയൽ ചെയ്യുമ്പോൾ പ്രമോ ഷൂട്ട് ചെയ്യാൻ വന്നതായിരുന്നു പുള്ളിക്കാരൻ. അപ്പോൾ എൻ്റെ കാലിൽ ഒരു സ്വർണ്ണക്കൊലുസുണ്ടായിരുന്നു. ഷൂട്ട് തുടങ്ങും മുമ്പ് ഞാൻ ചോദിച്ചിരുന്നു അത് ഊരി വെക്കട്ടെ എന്ന്. നഷ്ടപ്പെട്ടു പോകണ്ടല്ലോ എന്ന് കരുതിയാണ് അങ്ങനെ ചോദിച്ചത്. അപ്പോൾ പുള്ളി പറഞ്ഞു വേണ്ട, കാലിൽ ഇട്ടോളൂവെന്ന്. അങ്ങനെ കൊലുസുമിട്ട് ഷൂട്ട് ചെയ്യുന്നതിനിടെ അത് വെള്ളത്തിൽ പോയി. ഞാൻ പിന്നെ ബഹളമുണ്ടാക്കി, സ്വർണ്ണക്കൊലുസില്ലാതെ പോകില്ലെന്നും പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം വെള്ളത്തിലിറങ്ങി മുങ്ങിത്തപ്പി കൊലുസ് തിരിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവന്നത്. ശരിക്കും ഒരു സിനിമാറ്റിക് സ്റ്റൈലായിരുന്നു ലവ് സ്റ്റോറി. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ക്യാരക്ടർ എന്താണെന്നറിയാൻ കുറച്ചുനാൾ ഞാൻ പുള്ളിയുടെ കൂടെ ഫ്രണ്ടായി സഞ്ചരിച്ചു നോക്കി. പുള്ളിക്കാരനെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാതെ പെട്ടെന്ന് ചാടിക്കേറി പ്രപ്പോസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എനിക്കും അദ്ദേഹം എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടായിരുന്നു. റെബേക്ക സന്തോഷ് പറയുന്നു.